നമസ്കാരം. ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അടിസ്ഥാന പാഠാവലിയിലെ 3-ാം യൂണിറ്റിലെ സഫലമീ യാത്ര എന്ന കാവ്യം നമുക്കിന്ന് പരിചയപ്പെടാം. രോഗബാധിതമായ അവസ്ഥയിൽ നിന്ന് അല്പമൊന്ന് ആശ്വാസം ലഭിച്ച കവി തൻ്റെ ഓർമ്മകൾ ചികഞ്ഞെടുത്ത് അവതരിപ്പിക്കുകയാണ് സഫലമീ യാത്ര എന്ന കാവ്യത്തിൽ. മരണത്തെ മുഖാമുഖം കാണുമ്പോൾ തളർന്നിരിക്കാതെ ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടെയും ജീവിക്കണം എന്ന സന്ദേശവും പരസ്പരം ഊന്നുവടികളാവുക എന്ന ദാമ്പത്യത്തെക്കുറിച്ചുള്ള പരമമായ സങ്കല്പവും ഈ കാവ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഇനി നമുക്ക് കവിയെ പരിചയപ്പെട്ടാലോ? NN കക്കാട് നാരായണൻ നമ്പൂതിരി കോഴിക്കോട് ജില്ലയിലെ അവിടനല്ലൂരിൽ ജനിച്ചു. കൃതികൾ: ശലഭഗീതം 1963, പാതാളത്തിൻ്റെ മുഴക്കം, കവിത, വജ്രകുണ്ഡലം, ഇതാ ആശ്രമമൃഗം, കൊല്ല്, സഫലമീ യാത്ര, പകലറുതിക്കു മുമ്പ്, നാടൻ ചിന്തുകൾ, കവിതയും പാരമ്പര്യവും, അവലോകനം. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, ആശാൻ പ്രൈസ് ഫോർ പോയട്രി, കുമാരനാശാൻ സ്മാരക അവാർഡ് എന്നിവ ലഭിച്ചു. നമുക്ക് കാവ്യഭാഗം പരിശോധിക്കാം. ആർദ്രമീ ധനുമാസരാവിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ, ഇപ്പഴങ്കൂടൊരു ചുമയ്ക്കടി ഇടറി വീഴാം, വ്രണിതമാം കണ്ഠത്തിലിന്ന് നോവിത്തിരി കുറവുണ്ട്, വളരെ നാൾ കൂടി നേരിയ നിലാവിൻ്റെ പിന്നിലെ അനന്തതയിൽ അലിയുമിരുൾ നീലിമയിൽ എന്നോ പഴകിയൊരോർമ്മകൾ മാതിരി നിന്നു വിറയ്ക്കുമീ ഏകാന്ത താരകളെ ഞാനൊട്ടു കാണട്ടെ, നീ തൊട്ടു നിൽക്കൂ. ഓരോ നിറം കൊണ്ടു നേരമളന്നും, ഓരോ രവം കൊണ്ടു രൂപമറിഞ്ഞും, ഓരോ മരുന്നുകളിൽ അന്തികളിഴഞ്ഞും, ഒരു കരസ്പർശത്തിൽ ഒരു നേർത്ത തേങ്ങലിരവിൻ വ്രണങ്ങളിൽ കുളിരു ചുറഞ്ഞും, കുഴയുമീ നാളുകളിൽ ഒച്ചയുണ്ടാക്കാതെ ആതിര വരുന്നുവെന്നോ സഖി, ആതിര വരുന്നേരം ഒരുമിച്ചു കൈകൾ കോർത്ത് എതിരേൽക്കണം നമുക്കിക്കുറി, വരും കൊല്ലമാരെന്നുമെന്തെന്നുമാർക്കറിയാം, എന്തു നിൻമിഴിയിണ തുളുമ്പിയെന്നോ സഖി, ചന്തം നിറയ്ക്കുകീ ശിഷ്ടദിനങ്ങളിൽ, മിഴിനീർ ചവർപ്പുപെടാതീ മധുപാത്രമടിയോളം മോന്തുക, നേർത്ത നിലാവിൻ്റെ അടിയിൽ തെളിയുമിരുൾ നോക്കുക, ഇരുളിൻ്റെ അറകളിലെ ഓർമ്മകളെടുക്കുക. കവിതയുടെ ആശയം ശ്രദ്ധിക്കുക. കവി തൻ്റെ ആത്മഗതമാണ് ഈ കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്. പാതിയിലേറെ പിന്നിട്ട ജീവിത വഴിയിലേക്കുള്ള കവിയുടെ തിരിഞ്ഞു നോട്ടവും വിലയിരുത്തലുമാണ് ഈ കവിത. മരണത്തെ മുഖാമുഖം കാണുമ്പോൾ പിന്നിട്ട ജീവിത നാളുകളിലെ യാത്ര സഫലമാണെന്ന വിലയിരുത്തലോടെ ശാന്തരായി സൗമ്യരായി വരുന്ന ആഘോഷങ്ങളെല്ലാം എതിരേൽക്കണം എന്ന് കവി തൻ്റെ പത്നിയോട് പറയുന്നു. ആർദ്രമീ ധനുമാസരാവിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്ത് തന്നെ നിൽക്കൂ, ഈ പഴങ്കൂടൊരു ചുമയ്ക്കടി. ധനുമാസത്തിലെ തിരുവാതിരയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത തുടങ്ങുന്നത്. ധനുമാസത്തിലെ തിരുവാതിര കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പരമശിവന്റെ പിറന്നാളാണ് ഈ ദിവസം. കന്യകമാർ വിവാഹം വേഗം നടക്കാൻ വേണ്ടിയും മംഗല്യവതികളായ സ്ത്രീകൾ ദീർഘസുമംഗലികളാകാനും വേണ്ടി തിരുവാതിര വ്രതം അനുഷ്ഠിക്കാറുണ്ട്. ആർദ്രമെന്നാൽ നനഞ്ഞത്. രോഗത്തിൻ്റെ അസ്വസ്ഥതകളും വേദനകളും അല്പമൊന്നു കുറഞ്ഞ കവി
ജനലഴികളിൽ പിടിച്ച് ധനുമാസത്തിലെ ആതിര നിലാവ് നോക്കിക്കാണുകയാണ്. ഞാൻ ഈ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എൻ അണിയത്ത് തന്നെ നിൽക്കൂ. അണിയത്ത് മുന്നിൽ അല്ലെങ്കിൽ അടുത്ത്. പഴങ്കൂട് പോലെ ദുർബലമായ തൻ്റെ ശരീരം ഒന്ന് ചുമച്ചാൽ പോലും ഇടറി വീഴാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രിയപ്പെട്ട സഖി, നീ എൻ്റെ അരികിൽ തന്നെ താങ്ങായി നിൽക്കണം എന്ന് കവി ആവശ്യപ്പെടുന്നു. പഴങ്കൂട് എന്ന പ്രയോഗം ക്ഷീണിതമായ കവിയുടെ ശരീരത്തെ സൂചിപ്പിക്കുന്നു. വ്രണിതമാം കണ്ഠത്തിലിന്ന് നോവിത്തിരി കുറവുണ്ട്, വളരെ നാൾ കൂടി നേരിയ നിലാവിൻ്റെ പിന്നിലെ അനന്തതയിൽ അലിയും ഇരുൾ നീലിമയിൽ എന്നോ പഴകിയൊരു ഓർമ്മകൾ മാതിരി. വ്രണിതം മുറിവ് പറ്റിയ, കണ്ഠം കഴുത്ത്. വ്രണിതമായ തൊണ്ടയിലെ കഠിനമായ വേദനയ്ക്ക് അല്പം ആശ്വാസം ലഭിച്ചപ്പോൾ പഴയ ഓർമ്മകളിലേക്ക് കവി സഞ്ചരിക്കുന്നു. രോഗബാധിതനായി മുറിക്കുള്ളിൽ കഴിയുന്ന കവി ആർദ്രമായ ധനുമാസ രാവിൽ ജനാലയിലൂടെ ഇരുട്ട് കടന്നു വരുന്നതും അതുമാറി നേരിയ നിലാവ് പരക്കുന്നതും പഴയ ഓർമ്മകളിലേക്ക് പോകുന്നതും ഇവിടെ സൂചിപ്പിക്കുന്നു. ഇരുട്ടിനെ അലിയിച്ചുകൊണ്ട് കടന്നു വരുന്ന നേരിയ നിലാവ് സ്നേഹാർദ്രമായ ജീവിതത്തിൻ്റെ ഓർമ്മകളാണ്. ഇരുൾ നീലിമ മരണത്തിൻ്റെ സൂചനയാണ്. മരണം മുന്നിൽ കാണുമ്പോഴും പഴയ ഓർമ്മകളിലേക്ക് പോവുകയാണ് കവി. എന്നോ പഴകിയൊരോർമ്മകൾ മാതിരി നിന്ന് വിറയ്ക്കുമീ ഏകാന്ത താരകളെ ഞാനൊന്നു കാണട്ടെ, നീ തൊട്ടു നിൽക്കൂ. ഓരോ നിറം കൊണ്ടു നേരമളന്നും ഓരോ രവം കൊണ്ട് രൂപമറിഞ്ഞും ഓരോ മരുന്നുകളിൽ അന്തികളിഴഞ്ഞും ഒരു കരസ്പർശത്തിൽ ഒരു നേർത്ത തേങ്ങൽ ഇരവിൻ വ്രണങ്ങളിൽ കുളിരു ചുറഞ്ഞും കുഴയുമീ നാളുകളിൽ ഒച്ചയുണ്ടാക്കാതെ ആതിര വരുന്നുവെന്നോ സഖി. ഇരുട്ടും നേരിയ നിലാവും ചേർന്ന ഈ രാത്രിയിൽ പഴയ ഓർമ്മകൾ പോലെ മിന്നുന്ന ഏകാന്ത താരകളെ ഞാനൊന്ന് കാണട്ടെ എന്ന് കവി പറയുന്നു. അസുഖം കൂടുതലായ ദിവസങ്ങളെക്കുറിച്ചാണ് കവി പിന്നീട് സൂചിപ്പിക്കുന്നത്. പരസഹായമില്ലാതെ എഴുന്നേൽക്കാൻ പോലും കഴിയാതിരുന്ന നാളുകൾ. സമയം പോകുന്നത് വെയിലിൻ്റെ നിറങ്ങൾ നോക്കിയാണ് കവി അറിഞ്ഞിരുന്നത്. ശബ്ദം കൊണ്ടാണ് ആളുകളെ തിരിച്ചറിഞ്ഞിരുന്നത്. മരുന്നുകളുടെ ബലത്താൽ ഓരോ ദിവസവും കഴിച്ചുകൂട്ടിയിരുന്ന ദീനതയുടെ നാളുകൾ കവി വേദനയോടെ ഓർക്കുന്നു. വേദനകളാൽ ഇഴഞ്ഞു നീങ്ങുന്ന ആ സമയത്ത് സ്നേഹമുള്ളവരുടെ കരസ്പർശവും അവർ തന്നെ ചൊല്ലി വിഷമിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ രോഗിക്ക് ആശ്വാസമേകുന്നു. വേദനയാൽ ഇഴഞ്ഞു നീങ്ങുന്ന സമയത്ത് സ്നേഹമുള്ളവരുടെ കരസ്പർശവും സ്നേഹിക്കുന്നവർ തൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസവുമാണ് രോഗിക്ക് ആശ്വാസമേകിയിരുന്നത്. വേദന തീവ്രമായി അനുഭവപ്പെടുന്ന ഈ രാത്രികളിൽ, വ്രണങ്ങളിൽ കുളിര് കയറി കഷ്ടപ്പെടുന്ന ഈ ദിവസങ്ങളിൽ ഒച്ചയുണ്ടാക്കാതെയാണ് ആതിര കടന്നു വരുന്നത് എന്ന് കവി ഓർമ്മിക്കുന്നു. ആതിര വരുന്നേരം ഒരുമിച്ചു കൈകൾ കോർത്തെതിരേൽക്കണം നമുക്കിക്കുറി. വരും കൊല്ലമാരെന്നുമെന്തെന്നും ആർക്കറിയാം. ജീവിതാവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഈ കവികളിലുള്ളത്. അർബുദം ബാധിച്ച് മരണം എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം എന്ന അവസ്ഥയിൽ കവിക്ക് ഈ ആഘോഷം വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ആതിരയെ എതിരേൽക്കാൻ താൻ ഉണ്ടാകുമോ എന്ന ചിന്തയാണ് കവിയുടെ ഈ വാക്കുകളിൽ തെളിയുന്നത്. നാളെയെക്കുറിച്ച് ആർക്കും പ്രവചിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ കൈവന്ന ആർദ്ര നിമിഷത്തെ ശാന്തമായി സൗമ്യമായി എതിരേറ്റ് ഈ യാത്ര സഫലമാക്കാം എന്ന് കവി ഭാര്യയോട് പറയുന്നു. എന്തു നിൻമിഴീണ തുളുമ്പിയെന്നോ സഖി, ചന്തം നിറയ്ക്കുകീ ശിഷ്ടദിനങ്ങളിൽ. മിഴിനീർ ചവർപ്പുപെടാതി മധുപാത്രമടിയോളം മോന്തുക. മിഴിയിണ രണ്ട് കണ്ണുകൾ. കവിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ സഖിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയോ എന്ന് ചോദിക്കുകയാണ്. കണ്ണീരൊഴുക്കാതെ ശേഷിച്ച ദിവസങ്ങൾ സന്തോഷം നിറഞ്ഞതാക്കാം. മധുപാത്രം, മധു തേൻ, മധുപാത്രം തേൻ നിറഞ്ഞ പാത്രം. മധു നിറഞ്ഞ ഈ ജീവിതം അവസാന തവിയോളം മോന്താം എന്ന് കവി
നേർത്ത നിലാവിൻ്റെ അടിയിൽ തെളിയുന്ന ഇരുട്ടുപോലെ മറവിയുടെ മറകളിൽ നിന്നും ഓർമ്മകൾ പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ് കവി. കവിതാഭാഗം എല്ലാവർക്കും നന്നായി മനസ്സിലായോ? പാതിയിലേറെ പിന്നിട്ട ജീവിത വഴിയിലേക്കുള്ള കവിയുടെ തിരിഞ്ഞുനോട്ടവും വിലയിരുത്തലുമാണ് ഈ കവിത. കഠിനമായ രോഗാവസ്ഥയ്ക്ക് അല്പമൊരു ആശ്വാസമുണ്ടെങ്കിലും തൻ്റെ മുന്നോട്ടുള്ള ജീവിതം അനിശ്ചിതത്വം നിറഞ്ഞതാണെന്ന് കവിക്കറിയാം. ഓർമ്മയിലേക്ക് ഓടിയെത്തിയ പഴയ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെ വിലയിരുത്തുമ്പോൾ ശരിതെറ്റുകളും വിലയിരുത്തപ്പെടുന്നു. എത്രയോ ഓണക്കാലവും വിഷുവും ആതിരയുമെല്ലാം താൻ പ്രിയപ്പെട്ടവർക്കൊപ്പം ആഘോഷിച്ചു കഴിഞ്ഞു എന്ന് കവി ഓർക്കുന്നു. ഇനി വരാനിരിക്കുന്ന ശിഷ്ടദിനങ്ങളെ ദുഃഖം കലർത്താതെ മിഴിനീർ പുരട്ടാതെ സന്തോഷത്തോടെ എതിരേൽക്കാൻ കവി തീരുമാനിക്കുന്നു. പിന്നിട്ട ജീവിത നാളുകളിലെ യാത്ര സഫലമാണെന്ന വിലയിരുത്തലോടെ ശാന്തരായി സൗമ്യരായി തിരുവാതിരയെ എതിരേൽക്കാൻ ഒരുങ്ങുകയാണ് കവി. ശേഷിച്ച ജീവിതം സന്തോഷത്തോടെ ജീവിച്ച് തീർക്കുക എന്ന സന്ദേശമാണ് ഈ കവിതയിലൂടെ കവി നമുക്ക് നൽകുന്നത്. ഈ കവിതയുടെ തുടർഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. പാഠഭാഗം നന്നായി വായിക്കുക. നന്ദി.